കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കും. ഉച്ചയ്ക്ക് 12:30 തൗബാലിൽ നിന്ന് തുടങ്ങുന്ന യാത്ര വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെയുള്ള പര്യടനം പൂർത്തിയാക്കി മാർച്ച് 20 മുംബൈയിൽ സമാപിക്കും. രാഷ്ട്രീയ യാത്ര അല്ല എന്നാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക വിശദീകരണം. കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി കശ്മീരിൽ അവസാനിച്ച ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷമാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ കോൺഗ്രസ് മുൻ അധ്യക്ഷൻ യാത്ര നടത്തുന്നത്. മണിപ്പൂരിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുകയാണ്. നിതിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപിക, ഭാരത് ജോഡോ യാത്രയുടെ 2ാം എഡിഷന് ഇന്ന് തുടക്കമാവുകയാണ്. മണിപ്പൂരിലെ തൗബാലിലെ 12 മണിക്ക് കെങ്ജോങ് എന്ന ഒരു യുദ്ധ സ്മാരകത്തിൽ വെച്ചാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര 66 ദിവസം പൂർത്തിയാക്കി ഏതാണ്ട് 6000-ലധികം കിലോമീറ്റർ സഞ്ചരിച്ച് മാർച്ച് മുംബൈയിൽ അവസാനിക്കും. ഇങ്ങനെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെയാണ് യാത്ര കടന്നു പോകുന്നത്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കടന്നു പോകുമ്പോൾ മണിപ്പൂർ കലാപം, അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ തുടങ്ങിയ കേന്ദ്ര സർക്കാരിൻ്റെതായ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങളടക്കം നടത്തിക്കൊണ്ടാകും രാഹുൽ ഗാന്ധി യാത്ര നടത്തുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള യാത്രയല്ല എന്നാണ് കോൺഗ്രസ് ഔദ്യോഗികമായി വിശദീകരിക്കുന്നതെങ്കിൽ പോലും നമുക്കറിയാം, ഭാരത് ജോഡോ യാത്ര നടത്തിയതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു കർണാടകയും അതോടൊപ്പം തെലങ്കാനയും വിജയിക്കാൻ സാധിച്ചത്. സമാനമായ ഒരു ആത്മവിശ്വാസം കോൺഗ്രസിന് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് രാഹുൽ ഗാന്ധി വീണ്ടും യാത്ര നടത്തുന്നത്. ഇന്നത്തെ യാത്രയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അതോടൊപ്പം തന്നെ PCC അധ്യക്ഷന്മാർ, കൂടാതെ നിയമസഭാ കക്ഷി നേതാക്കൾ അടക്കം ഇന്നത്തെ യാത്രയിൽ പങ്കെടുക്കും. അതിനുശേഷം ഇന്ന് തൗബാലിൽ ആരംഭിക്കുന്ന യാത്ര മണിപ്പൂർ അതിർത്തിയിൽ വെച്ച് സമാപിക്കും. പിന്നീട് നാളെ മാത്രമേ നാഗാലാൻഡിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളുടെയും അവിടെ 1-2 ദിവസം അവിടെ ചെലവഴിച്ച് യാത്ര മുന്നോട്ട് പോകും. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രം ഏതാണ്ട് 11 ദിവസം ചെലവഴിക്കുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും മണിപ്പൂർ കലാപമടക്കം കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഏതാണ്ട് 136 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ ഭാരത് ജോഡോ യാത്ര ഇത്തവണ 66 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ആലോചിക്കുന്നത്. ബസ്സിലും അതോടൊപ്പം തന്നെ കാൽനടയുമായാണ് രാഹുൽ ഗാന്ധി സഞ്ചരിക്കുക. കനത്ത സുരക്ഷ ഇതിനും തന്നെ മണിപ്പൂരിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് യാത്ര തുടങ്ങാനായിരുന്നു ആദ്യം നിശ്ചയിച്ചത്. പക്ഷേ ഇംഫാലിലെ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാർ അനുമതി നിഷേധിക്കുകയായിരുന്നു. അതിനുശേഷമാണ് തൗബാലിലേക്ക് വേദി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സമാനമായ ഒരു സാഹചര്യം അസമിലും ഉണ്ടായിട്ടുണ്ട് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. പക്ഷേ അസം അടക്കമുള്ള മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അത്തരത്തിൽ അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമില്ല എന്നാണ് അതാത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഇന്ന് മണിപ്പൂരിൽ നിന്ന് തുടക്കമാകും. 12:30 തൗബാലിൽ നിന്ന് യാത്ര ആരംഭിക്കും. മണിപ്പൂരിൽ നിന്ന് നിതിൻ അംബുജനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.